കർത്താവിനെ നേരിട്ട് കണ്ടാൽ എന്ത് ചോദിക്കും? ഇഫ് യു സീ ജീസസ് പേഴ്സണലി, വാട്ട് വിൽ യു ആസ്ക്? ഇതൊരു വെരി പേഴ്സണലായിട്ടുള്ളൊരു ടോക്കാണ്. നമ്മൾ നമ്മുടെ ഓരോ ആവശ്യങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും, പള്ളിയിൽ പോകും, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, അല്ലെ സഭായോഗങ്ങളിൽ പോകും. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഈ പെൻ്റക്കോസ്റ്റൽ ചർച്ചിലൊക്കെ ചെന്നിരിക്കുകയാണെങ്കിൽ അവർ ദൂത് വിളിച്ച് പറയും. അപ്പം നമ്മുടെ ശ്രദ്ധ മുഴുവനും ഇവരെന്താണ് പറയാൻ പോകുന്നത്, നമ്മളെക്കുറിച്ചൊന്ന് വിളിച്ച് പറയുമോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. കാരണം വി ആർ ഇൻ ട്യൂൺഡ് ഇൻ ടു നോ വാട്ട് ഗോഡ് വാണ്ട്സ് ടു ടോക്ക് ടു അസ്. ദൈവം എന്താണ് എന്നോട് ഈ ഒരു വിഷയത്തിന് ഉത്തരം തരാമെന്ന്. ആ ഉത്തരം കിട്ടാൻ വേണ്ടിയാണല്ലോ പലപ്പോഴും നമ്മൾ ആദ്യമേ പലപ്പോഴും ദൈവസഭകളിലും ചർച്ചിലും ഒക്കെ പോകുന്നത്. ദൈവത്തെ സ്തുതിക്കാനാണെന്ന് പറഞ്ഞാലും നമ്മുടെ ആവശ്യങ്ങൾ നേടാൻ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊരു സഭയിൽ ചെന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ പേർ ചൊല്ലി വിളിച്ച് ചിലപ്പം ദൂത് പറയും. ദാറ്റ് ഈസ് ഗുഡ്. പക്ഷേ എല്ലാവരുടെയും പേർ ചൊല്ലി വിളിക്കുന്ന സാധ്യത കുറവാണ്. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഒത്തിരി ഭാരമായിട്ട് ദൈവസന്നിധിയിൽ കടന്നു ചെന്നിട്ട് നമ്മുടെ അന്തരാത്മാവ് ഞരങ്ങിക്കരയാണ്. അതായത് നമ്മുടെ ഞരക്കം പോലും, റോമർക്ക് എഴുതിയ ലേഖനം 8 പറയുന്നുണ്ട്, നമ്മുടെ ഞരക്കം പോലും ദൈവസന്നിധിയിൽ കടന്നു ചെല്ലും. ആ ഞരക്കം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ ഭാരത്തിന് ഉത്തരം കിട്ടിയേ പറ്റൂ എന്ന് വിചാരിക്കുമ്പം നമ്മുടെ വിചാരം നമ്മളെ ആരെങ്കിലും വിളിച്ചു പറയാം, നമ്മുടെ പേര് വിളിച്ചു പറയാം. അതല്ല, ഇവ വളരെ മൃദുവായിട്ട് സാധാരണയായ ശബ്ദത്തിൽ നമ്മളോട് വന്ന് സംസാരിക്കും. അങ്ങനെ നമ്മളോട് പേഴ്സണലായിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ അവൻ നമ്മളോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗ്യ പദവി, അതൊരു വലിയ സന്തോഷ പദവിയാണ്. അത് നമുക്കുണ്ടാകണം, അത് വളരെ നിർബന്ധമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പെന്തക്കോസ്തി ദിവസം, നോയമ്പിൻ്റെ ദിവസമൊക്കെ നമ്മൾ പള്ളികളിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ട് ദൈവസന്നിധിയിൽ അവിടുത്തെ ആരാധന നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവ് ദൈവത്തോട് ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുമ്പം നമ്മുടെ മുമ്പിലേക്ക് യേശു ക്രിസ്തു എഴുന്നള്ളി വരികയാണ്. നമ്മളൊന്ന് ചിന്തിക്കണേ, നമ്മുടെ അന്തരാത്മാവ് ദൈവത്തെ കാണുകയാണ്. അപ്പം ദൈവം, നമ്മൾ ഒത്തിരി ഭാരം കൊണ്ടാണ് കടന്നു ചെന്നിരിക്കുന്നതെങ്കിലും ദൈവം നമ്മുടെ അടുക്കൽ വന്ന് ചോദിക്കുവാണ്, നിനക്ക് എന്താണ് വേണ്ടത്? അങ്ങനെ ഒരു അനുഭവം എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായി. കർത്താവ് എന്നോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? പല കാര്യങ്ങളും പറയാനാണ് ഞാൻ ചെന്നത് പള്ളിയിൽ. പക്ഷേ കർത്താവിനെ കണ്ടപ്പോൾ ഒരക്ഷരം ഇടില്ല, എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നിർത്തുക. ഇത് അത് അന്തരാത്മാവാണ് പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, പക്ഷേ ദൈവ സാന്നിധ്യം മതി. പക്ഷേ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്നു, അയ്യോ എന്തുകൊണ്ട് പറഞ്ഞില്ല, 2-3 കാര്യങ്ങൾ ചോദിക്കണമായിരുന്നല്ലോ, പ്രാർത്ഥിക്കാൻ വന്ന വിഷയത്തിന് ഉത്തരം കിട്ടിയില്ലല്ലോ. ഇങ്ങനെയുള്ള ചിന്തകളല്ലേ, ഇതൊക്കെ നമുക്ക് പലർക്കും ഉണ്ടാകുന്നതായിരിക്കാം. പക്ഷെ ദൈവം സംസാരിക്കും. ആ സംസാരിക്കുമ്പം ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു എങ്കിൽ, ദാറ്റ് മീൻസ് കർത്താവ് സാധാരണ ഒരു മനുഷ്യനെ പോലെ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു എങ്കിൽ, ദ ഫുൾനെസ് ഓഫ് ദ ലിവിങ് ഗോഡ്, അതായത് ദൈവത്തിൻ്റെ പൂർണ്ണമായ പ്രസൻസ്, സാന്നിധ്യം എൻ്റെ അടുക്കൽ വരുമ്പോൾ എനിക്കൊന്നും പറയാൻ കാണത്തില്ല, ഒന്നും കാണത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ. അപ്പം എനിക്ക് അറിയാവുന്ന ഒരു നല്ല 2 ഫ്രണ്ട്സ് ഞങ്ങളുടെ കൂടെ വന്ന് ഒരു ദിവസത്തേക്ക് താമസിക്കാൻ വന്നു. അപ്പം വരുമ്പം അവിടുത്തെ കാര്യം അത് ചോദിക്കണം, ഇവിടെ അത് ചോദിക്കണം, മറ്റൊരത് പറഞ്ഞത് ചോദിക്കണം, ഇങ്ങനെ പലതും ഞാൻ ചോദിക്കണം എന്നൊക്കെ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു. പക്ഷെ അവർ വന്നു കഴിഞ്ഞപ്പം പോകുന്നിടം വരെ അത് ഓർത്തുമില്ല, ഒരു കാര്യം ചോദിച്ചില്ല. പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് ചോദിച്ചില്ല? കാരണം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു കഴിയുമ്പം ചോദ്യങ്ങളൊന്നുമില്ല, എല്ലാത്തിനും ഉത്തരമായി. മുടിയനായ പുത്രൻ പല കാര്യങ്ങൾ പല ദിവസങ്ങളിൽ മുടിയനായ പുത്രൻ ചിന്തിച്ച് കാണും. പക്ഷെ തിരിച്ചങ്ങ് പോയാൽ എന്താ, അപ്പൻ എന്നെ സ്വീകരിക്കുമോ, ഞാനീ കാണിച്ചത് മണ്ടത്തരല്ലേ, ഇനി അവിടെ ചെന്നാൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കും, ഇതൊക്കെ മുടിയനായ പുത്രൻ്റെ ചിന്തയിൽ കൂടെ പോയി കാണും. പക്ഷേ സഹിക്കാൻ വയ്യാത്ത സ്ഥിതിയായി. കാരണം ഇവിടെ പന്നികൾ കഴിക്കുന്ന ഭക്ഷണം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു, അത് കഴിച്ചാൽ പോലും എൻ്റെ വിശപ്പ് തീരുന്നില്ല. അപ്പം മുടിയനായ പുത്രൻ ചിന്തിക്കുകയാണ്, എൻ്റെ വീട്ടിലുള്ള ജോലിക്കാർ പോലും ഇതിലും ഭംഗിയായിട്ട് ജീവിക്കുന്നു എങ്കിൽ ഞാൻ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകാൻ ഒരു സാധ്യതയില്ല, കാരണം അവിടുന്ന് എല്ലാം വാങ്ങിച്ചേച്ച് ഇറങ്ങിപ്പോകുന്നതല്ലേ. മുടിയനായ പുത്രൻ ചിന്തിക്കുകയാണ്, ഞാൻ അപ്പനെ കാണുമ്പോൾ ഞാൻ പറയും, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഈ മുടിയനായ പുത്രൻ തിരിച്ചു പോകുന്നത്. തിരിച്ചു പോകുമ്പം എന്താണ് സംഭവിക്കുന്നത്? ദൂരേന്നേ ഈ മകൻ വരുന്നത് അപ്പൻ കാണാം. അപ്പൻ എപ്പോഴും നോക്കിയിരിക്കുകയാണ്. നമ്മുടെ ദൈവം എപ്പോഴും നമ്മളെ നോക്കിയിരിക്കുകയാണ്. ഹീ നെവർ സ്ലീപ്സ് നോർ സ്ലംബർ. അവൻ ഉറങ്ങുന്നുമില്ല. ദൂരേന്ന് ഈ അപ്പൻ കണ്ടിട്ട് മകൻ്റെ അടുക്കൽ ചെന്നിട്ട്, മകനെ
അങ്ങനെ ഒരക്ഷരാദ്യം പറയിപ്പിക്കുന്നില്ല, എല്ലാം കെട്ടിപ്പിടിച്ച് അവനെ സ്വീകരിക്കുകയാണ്. പിന്നെ ആ മകനെ അതൊക്കെയോ പറയുന്നുണ്ട്, അതിനകത്തൊന്നും ഒരു പ്രസക്തിയില്ല. അപ്പൻ സ്വീകരിച്ച് കഴിഞ്ഞു. അപ്പം ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു എങ്കിൽ നമ്മൾ വിചാരിക്കും ഈ വെളിപ്പാടിനകത്ത് 1:12 തൊട്ട് 18 വരെയുള്ള ദൈവം സൂര്യപ്രകാശം പോലെ പിന്നെ മനുഷ്യമുഖമുള്ളവൻ വലിയ ശബ്ദത്തിൽ ആരവത്തോടുകൂടി നമ്മളോട് സംസാരിക്കുന്ന അങ്ങനെ സംസാരിക്കുന്ന സാധ്യതകളുണ്ട്. പക്ഷേ വ്യക്തിപരമായിട്ട് നമ്മുടെ ഒരാവശ്യത്തിൽ സാധാരണ ഒരു കൂട്ടുകാരനെ പോലെ സോഫ്റ്റായിട്ട് മൃദുവായിട്ട് ഹൃദയത്തിനകത്ത് നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ ഒരു ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും ചോദിക്കാനില്ല. ബിക്കോസ് അവൻ്റെ സാന്നിധ്യം, അതായത് പൂർണ്ണമായ അവൻ്റെ സാന്നിധ്യം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിത്തരും. അതിനകത്ത് ഒരു ഭാഗം എനിക്ക് വായിക്കാൻ തോന്നിക്കുന്ന ഇതാണ്. രാജാക്കന്മാർ 1 രാജാക്കന്മാരിലെ ഏലിയ പ്രവാചകന് പിന്നെ ബാൽ വിഗ്രഹങ്ങളെല്ലാത്തിനും വെട്ടിക്കൊന്ന് ഏകദേശം 430ഓളം വിഗ്രഹാരാധികളെ വെട്ടിക്കൊന്നിട്ട് പിന്നെ മഴ പെയ്യിപ്പിച്ച് അവിടെ വലിയ അതിശയം ചെയ്തു കഴിഞ്ഞപ്പം ഇസബെൽ വിളിച്ചു പറയുകയാണ്, അല്ല നാളെ ഈ സമയമാകുമ്പോൾ നിൻ്റെ തല അവിടെ കാണത്തില്ലെന്ന് എൻ്റെ ദൈവങ്ങളെ ഓർത്തുകൊണ്ട് പറയുകയാണ്. അവർക്കും ദൈവങ്ങളുണ്ട്, ദൈവന്മാരുണ്ട്. പക്ഷെ അവർക്കൊന്നും നമ്മുടെ ദൈവത്തിന് മുമ്പിൽ ഒരു ശക്തിയില്ല എന്ന് മനസ്സിലാക്കണം നമ്മൾ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഏലിയ പ്രവാചകൻ ഓടിക്കഴിഞ്ഞിട്ട് ഓടുകയാണ്. ഏകദേശം 1 രാജാക്കന്മാർ 19 ഏകദേശം 9 തൊട്ട് വായിക്കണം. ഏലിയ പ്രവാചകൻ പേടിച്ചിട്ട് ഇസബെലിൻ്റെ വെല്ലുവിളി സഹിക്കാൻ വയ്യാതെ സ്വന്തം ഈ ചെയ്ത എല്ലാ വലിയ ശക്തമായ ദൈവം പ്രവർത്തിച്ച എല്ലാം മറന്നിട്ട് ഓടിയിട്ടൊരു ഗുഹയിൽ പോയി കഴിയുന്ന ഒരു സമയമാണിത്. ഇതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. എന്നിട്ട് ദൈവം അവിടെ പ്രത്യക്ഷം. അവിടെ അവനൊരു ഗുഹയിൽ കടന്ന് രാപാർത്തു. രാത്രിയിൽ അവൻ ഗുഹയിനകത്താണ് കഴിയുന്നത്. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി അവനോട്, ഏലിയാവേ ഇവിടെ നിനക്ക് എന്ത് കാര്യം? എന്ത് കാര്യമായിട്ട് ഏലിയാവേ ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചു. അതിനവൻ സൈന്യങ്ങളുടെ, ഏലിയാവിനറിയാം ആരാണെന്ന്, സൈന്യങ്ങളുടെ ദൈവമേ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിൻ്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിൻ്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിൻ്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതാണ് നമ്മളും പലപ്പോഴും പറയുന്നത്. നമ്മുടെ പ്രയാസം നമ്മൾ പറയും, അയ്യോ എനിക്ക് മാത്രമേ ഈ ലോകത്തിലെങ്ങും ഇല്ലാത്ത പ്രശ്നമുള്ളൂ, മറ്റുള്ളവരുടെ പ്രശ്നമൊക്കെ ചെറുതാണ്, എൻ്റേതാണ് ഏറ്റവും വലുത്. അതുതന്നെയാണ് ഏലിയ പ്രവാചകൻ. ഈ 430 വിഗ്രഹാരാധികളെ വെട്ടിക്കൊന്ന് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി കണ്ട ഈ വിശുദ്ധൻ ഇപ്പോൾ സംശയിക്കുന്ന ധൈര്യമില്ലാതായിട്ട് ഞാൻ ചത്താ മതി എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? അവൻ അന്നേരം ഉത്തരം പറയാണ്, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു പറഞ്ഞു. നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പം ദൈവം പറയാണ്, പർവ്വതത്തിൻ്റെ ഗുഹയ്ക്കകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങി. ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ പ്രയാസം വരെ നമ്മൾ ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുക. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ഇതാണ് എങ്ങനെയാണ് ദൈവം കടന്നു വന്നതെന്നുള്ള ഭാവന. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നുണ്ടോ? വലിയ ശക്തമായിട്ടുള്ള കാറ്റും പർവ്വതങ്ങളെ കീറി മുറിക്കുന്ന ശബ്ദത്തിൽ വന്നതിനകത്ത് ദൈവമില്ലായിരുന്നു. നമ്മൾ ഓർക്കണേ, അപ്പോൾ ഒത്തിരി ഉറക്കെ വിളിച്ചു പോകുന്നതിനകത്ത് വലിയ പ്രസക്തി ഇല്ലെന്ന് ആവശ്യമുള്ളപ്പം പറഞ്ഞോട്ടെ, പക്ഷെ അവിടെ വലിയ പ്രസക്തി ഇല്ലെന്ന് കാണും. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി. ഭൂമിയെല്ലാം ഇളക്കുകയാണ്. ഭൂകമ്പത്തിൽ യഹോവ ഇല്ലായിരുന്നു, അതിനകത്ത് യഹോവ ഇല്ലായിരുന്നു. പിന്നെ മൂന്നാമത് ഭൂകമ്പത്തിന് ശേഷം ഒരു തീയിലും യഹോവ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും തീയാണ് ദൈവം. ഇതെല്ലാം നമ്മൾ ഇത് എന്തുമാത്രം ആത്മാവ് ട്യൂൺഡിനായിരിക്കണം. തീയിലും ദൈവമില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിലൊരു മൃദുസ്വരമുണ്ടായി. ഇതാണ് ദൈവം. തന്നെ സ്നേഹിക്കുന്നവർക്ക് ഉറ്റ സ്നേഹിതനെ പോലെ സാധാരണ ഒരു ശബ്ദത്തിൽ മൃദുസ്വരത്തിൽ ദൈവം സംസാരിക്കും. അതൊരു വലിയ ഭാഗ്യം. അത് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. മറ്റുള്ളവർ ദൂത് പറഞ്ഞിരിക്കട്ടെ, നമുക്ക് ആവശ്യം, പക്ഷെ അതിൽ നിന്നൊക്കെ പൊങ്ങണം നമ്മൾ. ദൈവം എന്നോട് സംസാരിക്കുന്നു. ഏലിയാവേ ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം കേട്ടു. അതിന് അവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തി ചേരുന്നു. ഇസ്രായേൽ മക്കൾ നിൻ്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിൻ്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിൻ്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചു, എനിക്കും അവൻ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു പറഞ്ഞു. യഹോവ അവനോട് അരുളിച്ചെന്ന്, നീ പുറപ്പെട്ട്
ദമ്മേശേക്കിന് മരുഭൂമി വഴിയെ മടങ്ങിപ്പോകുക. നീ എത്തുമ്പോൾ ചെയ്യേണ്ട 3 കാര്യം: രാജാവിനെ ആസായ രാജാവാക്കണം, നിംഷിയുടെ മകനെ യഹൂവിനെ ഇസ്രായേലിന് രാജാവാക്കണം, അത് കഴിഞ്ഞിട്ട് നിനക്ക് പകരമായിട്ട് ഏലീശായെ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം. ഈ 3 കാര്യങ്ങൾ ഒരെണ്ണം മാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ. ഏലീശായെ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്തു. ദൈവം സംസാരിക്കുമോ? ദൈവം പഴയ നിയമത്തിൽ എത്ര വ്യക്തമായിട്ട് മൃദുവായ സ്വരത്തിൽ. ഇവിടെ അല്പം നിർത്താം. കർത്താവ് മുമ്പിൽ വന്ന് നിൽക്കുമ്പം നമുക്കൊന്നും പറയാനില്ല. കാരണം ഏത് വലിയ ഭാരമാണ്. കടബാധ്യതയായിരിക്കാം, രോഗമായിരിക്കാം, മക്കളെക്കുറിച്ചുള്ള ആദ്യമായിരിക്കാം, വിവാഹ ജീവിതത്തിൻ്റെ പ്രശ്നമായിരിക്കാം, എങ്ങോട്ട് നമ്മളെ മക്കളുടെ ജീവിതത്തിൽ വിവാഹം നടക്കാത്തതായിരിക്കാം, നടന്നിട്ട് കുഞ്ഞുങ്ങളുണ്ടാകാതിരിക്കും. ഏത് പ്രശ്നത്തിലും നമ്മൾ ഈ പ്രശ്നം കൊണ്ട് കർത്താവ് എനിക്ക് മാത്രമേ, ഞാൻ ഒരാൾ മാത്രമാണ് എന്ന് പറഞ്ഞ് ആവലാതിപ്പെടുമ്പം വളരെ മൃദുവായ സ്വരത്തിൽ ദൈവം വന്ന് നമ്മളോട് ചോദിക്കും, നിനക്കെന്ത് വേണം, നിനക്കെന്ത് വേണം നമ്മൾ ചോദിക്കുന്നത്, നമ്മൾ ഉത്തരം പറയുന്നത്. അന്നേരം നമ്മൾ ഓർക്കൂല, അന്തരാത്മാവ് അവനെ മാത്രമാണ് ആഗ്രഹിക്കുന്നത് ആദ്യം. കാരണം അവൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ മുമ്പിൽ വന്ന് ദൈവത്തിൽ ചോദിച്ചപ്പോൾ ഞാൻ എനിക്കൊന്നും വേണ്ട. അങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, നിൻ്റെ സാന്നിധ്യം മാത്രം മതി. അതൊരു വളരെ ഒരു പ്രത്യേക അനുഭവമായിട്ട് എനിക്ക് തോന്നി. നമ്മൾ ആ ടൈമിൽ ഒരു പ്രശ്നവും അങ്ങോട്ട് പറയാതെ ഒന്നും വേണം. അപ്പോൾ അടുത്ത സെക്കൻഡിൽ ജഡം പൊങ്ങിയേച്ച് പറഞ്ഞു, അയ്യോ ചോദിക്കേണ്ടതായിരുന്നു 2-3 കാര്യങ്ങൾ. ഇത് മനസ്സിലാക്കേണ്ടത്. പൂർണ്ണ സ്നേഹമുള്ള ഒരു വ്യക്തിയുടെ മുമ്പിൽ നിന്ന് ഒന്നും ചോദിക്കേണ്ട. പ്രസൻസ്, അവൻ്റെ സാന്നിധ്യം, അതായത് പൂർണ്ണതയുള്ള ദൈവം എൻ്റെ അടുക്കൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ എല്ലാ ബലഹീനതയ്ക്കും അവൻ മതിയായവനാന്നുള്ള ബോധം വരുമ്പം പിന്നെ പ്രാർത്ഥനയുടെ ശൈലി മാറുന്നത് എങ്ങനെയാണ്? ദൈവമേ, എനിക്ക് നിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. അത് മോശ മനസ്സിലാക്കി. മോശയെ ദൈവം വിളിച്ചു മാറ്റിയെങ്കിലും മോശ ഇസ്രായേൽ ജനതയെ മിസ്രൈമിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പോകുമ്പോൾ മോശ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്, എൻ്റെ ദൈവമേ, നിന്നെ ഒന്ന് അടുത്തറിഞ്ഞാൽ കൊള്ളാം, നിൻ്റെ മുഖം എനിക്കൊന്ന് കാണിച്ചു തരണമെന്ന്. ദൈവം കാണിച്ചു കൊടുത്തു. അല്ല, ദൈവത്തിൻ്റെ മുഖം കാണുന്നവർ ജീവിക്കത്തില്ല എന്നൊക്കെ പറയുന്നുവെങ്കിലും ദൈവം തൻ്റെ കൈ കൊണ്ട് മറച്ചിട്ട് പാറയാവുന്ന ക്രിസ്തുവിൽ പിളർപ്പിൽ മോശയെ സൂക്ഷിച്ചു വെച്ചിട്ട് ദൈവത്തിൻ്റെ പിൻഭാഗം കാണിച്ചു കൊടുത്ത് ദൈവത്തിൻ്റെ സ്വഭാവങ്ങളെ മനസ്സിലാക്കും. അവൻ ദീർഘക്ഷമയും ദയയും കരുണയും കൃപയും ഉള്ളവനാകുന്നു. അവൻ്റെ സ്വഭാവങ്ങൾ വിളിച്ചു പറയാണ്. പിൻഭാഗം മോശ ദൈവത്തിൻ്റെ പിൻഭാഗം, ഇതുവരെയുള്ള ദൈവത്തെ അതുകൊണ്ടാണ് 5 ബുക്ക്, പഴയ നിയമത്തിലെ ആദ്യത്തെ 5 ബുക്ക് മോശയ്ക്ക് എഴുതാൻ സാധിച്ചത്. ആ ദൈവത്തിൻ്റെ പിൻഭാഗം, അവൻ്റെ ഇതുവരെയുള്ള പാസ്റ്റ് മനസ്സിലാക്കിച്ചു കൊടുത്തു. അങ്ങനെ ഒരു ദൈവം നമ്മുടെ കൂടെ സംസാരിക്കുന്നുവെങ്കിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും അവനെ ആശ്രയിക്കുക, ദൈവത്തെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുക. കഷ്ടങ്ങളും പ്രയാസങ്ങളും ദൈവത്തെ കാണുന്ന ഒരു മാധ്യമമായിട്ട് കാണണം. സർവശക്തനായ ദൈവം ഈ പണസംബന്ധമായ ഭാരമുള്ളവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഈ ഭൂമിയിലുള്ള സകല സമ്പത്തും എൻ്റേതല്ലേ? ഈ മലകളിൽ കാണുന്ന ഈ ആടുമാടുകളെല്ലാം എൻ്റേതല്ലേ? സ്വർഗത്തിലുള്ള സകലതും എൻ്റേതല്ലേ? നിങ്ങൾക്കത്, നമ്മുടെ ആവശ്യം ചെറുതാണെങ്കിലും നമുക്കത് വലുതായിട്ട് തോന്നും. പക്ഷേ അവയെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട്, കർത്താവേ, നീ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന മൃദുവായ ശബ്ദം, നിൻ്റെ സാന്നിധ്യം എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ്റെ സാന്നിധ്യം അവൻ്റെ ജീവനാണ്. അവനെ തന്നെ നമുക്ക് തന്നു. അവനെ തന്നെ തന്നില്ലേ? പിതാവാം ദൈവം പുത്രനെ നമുക്ക് വേണ്ടി തന്നു ക്രൂശിന്മേൽ അവൻ്റെ രക്തം കൊണ്ട്. എവ്രി ടൈം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, നിൻ്റെ വിശുദ്ധ രക്തം, കർത്താവിൻ്റെ കുഞ്ഞാടിൻ്റെ വിശുദ്ധ രക്തം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ മേലും നമ്മുടെ ആവശ്യത്തിൻ്റെ മേൽ തളിച്ചു കഴിയുമ്പം പരിഹരിക്കാൻ വയ്യാത്ത ഒരു പ്രശ്നം ഇല്ല എന്ന് നമുക്ക് ഉറപ്പ് വരണം. വചനമെടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം, കേൾക്കുന്ന അനേക മക്കളുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ഉറപ്പ്, പറയാവുന്ന ക്രിസ്തുവിൻ്റെ ഉറപ്പിട്ട് മൂലക്കല്ലാവുന്ന ക്രിസ്തുവിൽ വീട് പണിയുക. ദൈവം നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്, നമ്മളെ നടത്തുമെന്നുള്ളതിന് സംശയമില്ല. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ദൈവം നമ്മളെ നടത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, അവിടുത്തെ നേരിട്ട് ഞങ്ങളുടെ മുമ്പിൽ അടുക്കൽ വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ നിൻ്റെ മുഖം നോക്കിക്കഴിഞ്ഞാൽ ഒന്നും പറയാൻ തോന്നത്തില്ല. പല കാര്യങ്ങളും ചോദിക്കണം എന്നൊക്കെ ഞങ്ങൾ വന്ന് നിന്നാലും ആ തിരുമുഖം, ആ ശബ്ദം,
ആ മൃദുവായ ശബ്ദം ഞങ്ങളോട് സംസാരിക്കുമ്പം വളരെ ശ്രദ്ധയോടെ ഞങ്ങളത് കേൾക്കും. പിന്നെ അപ്പച്ചൻ ഞങ്ങളോട് പറയും, ഞാൻ പോരെ എന്ന് ചോദിക്കും. അവിടുന്ന് മതി. അവിടുന്ന് വന്ന് കഴിയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. കാരണം അവിടുന്ന് അറിയാതെ, എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എൻ്റെ തലയിലെ ഒരു മുടി പോലും പോകണമെങ്കിൽ എൻ്റെ ദൈവം അറിയുന്നു. നമ്മുടെ മക്കൾ എവിടെയാണെന്നുള്ളത് അവിടുന്ന് അറിയുന്നു. നമ്മുടെ കുടുംബം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് അവിടുന്ന് അറിയുന്നു. എന്നാൽ അന്നന്ന് നിൻ്റെ മഹത്വത്തെക്കുറിച്ച്, നിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച്, നിൻ്റെ ജീവനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ അപ്പച്ചൻ. ഇറ്റേണൽ ലൈഫ്, എന്നേക്ക് നിലനിൽക്കുന്നതായ ജീവൻ്റെ ഉറവ നീയാണ്. അവിടെ നിന്ന് മാറി ഞങ്ങൾ വേറെ എവിടുന്നെങ്കിലും വെള്ളം കുടിക്കുന്നെങ്കിൽ അത് അടഞ്ഞു പോകട്ടെ അപ്പച്ച. അടഞ്ഞു പോയിട്ട് നിന്നിൽ നിന്നുള്ള ജീവനദി ഞങ്ങൾക്ക് ഒഴുക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞാൻ ജീവൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ ജീവൻ്റെ വെള്ളമാകുന്നു കർത്താവേ. നീ ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനൊക്കത്തില്ല. യു ആർ ദി ആൽഫ ആൻഡ് ദി ഒമേഗ. അവിടുന്ന് ആദ്യവും അന്ത്യനുമാകുന്ന ദൈവമാകിയാൽ ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ അവിടുന്ന് അപ്പച്ചൻ്റെ മുദ്രയിട്ട് തന്നിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഇതിലുപരിയായിട്ട് നിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ഇന്ന് നിറച്ച് പ്രത്യേക ഒരു സ്നേഹം, ആ സന്തോഷം ഞങ്ങളിലേക്ക് പകർന്നു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ സ്നേഹത്തിൽ നിന്ന് മാറാൻ ഞങ്ങളെ അനുവദിക്കല്ലേ അപ്പച്ച. ഞങ്ങൾ ആത്മീക മനുഷ്യരായിട്ട് ജീവിപ്പാൻ, ദൈവീക സ്നേഹത്തിൽ നടക്കാൻ, ദൈവകൃപയിൽ സന്തോഷിപ്പാൻ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും നീ പഠിപ്പിക്കണമേ. നാഥനത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.